നാളത്തെ SSLC ഫിസിക്സ് പരീക്ഷയിലെ പ്രഡിക്ഷൻ ഇതാ പിടിച്ചോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കളെ. ഫസ്റ്റ് ജൂൾസ് ലോയിൽ നിന്നൊരു പ്രോബ്ലം നാളത്തെ പരീക്ഷയിൽ ഉറപ്പായിട്ടുണ്ടാവും. ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി H=I²RT, പിന്നെ അതുപോലത്തെ 2 ഇക്വേഷൻ ഉണ്ട്. അതിനുള്ള പ്രോബ്ലം എന്തായാലും വന്നിരിക്കും. അതില്ലാത്തൊരു പേപ്പർ ഉണ്ടാവില്ല. നാളത്തെ പേപ്പറിൽ അത് ഉണ്ടായിരിക്കും, അതിൽ ഒരു സംശയമില്ല. ഇതെന്താണെന്ന് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ വൈകുന്നേരത്തെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ വരിക, അതിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, റെഡി സെറ്റ്. രണ്ടാമത് സീരീസ് ആൻഡ് പാരലൽ എന്നൊരു പ്രോബ്ലം വരും. ഒരു റെസിസ്റ്റേഴ്സ് എന്താണ് സീരീസിൽ കണക്ഷൻ തരും, അല്ലെ പാരലൽ കണക്ഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണെന്ന് ചോദിക്കും. അതും എന്തായാലും പരീക്ഷയിൽ വരും. അതില്ലാത്തൊരു പേപ്പർ ഇല്ല. അത് ഉറപ്പായിട്ട് വരും. 3-4 മാർക്കിനായിരിക്കും വരിക. എന്താണ് പറയുന്ന അറിയില്ല, പേടിക്കേണ്ട, വൈകുന്നേരത്തെ ലെവലിൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് നിക്രോം അഥവാ ടങ്സ്റ്റൺ. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കും. വെറുതെ രസത്തിന് എനിക്ക് പറയാം ടങ്സ്റ്റൺ ആയിരിക്കും വരിക, പക്ഷെ അതിലൊരു പ്രസക്തി ഇല്ല. 2 ഉള്ളൂ. 2 പഠിച്ചു വെച്ചാൽ മതി. മാത്രമല്ല ഈ 2 പേരുടെ പ്രോപ്പർട്ടീസിൽ 2 പേർക്ക് 4 പ്രോപ്പർട്ടി വീതമേ ഉള്ളൂ. അതിൽ 3 പ്രോപ്പർട്ടി സെയിം ആണ്. അപ്പോൾ ആരുടെ വന്നാലും നിങ്ങൾക്ക് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ക്ലിയർ ആണല്ലോ. ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് ചോദിക്കും, പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആണ് കേട്ടോ. വൈ ഇനേർട്ട് ഗ്യാസ് ഇസ് ഫിൽഡ്. നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസോ നൈട്രജൻ ആർക്ക് എന്തിനാണ് അത് എക്സാമിൽ ചോദിക്കും. ഷോർട്ട് സർക്യൂട്ടിങ്ങോ അല്ലെങ്കിൽ ഓവർലോഡിങ്ങോ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഇനി ഇതൊക്കെ കണ്ടിട്ട് എന്നോട് കമന്റ് ബോക്സിൽ ഇടരുത്, ഇതിപ്പോൾ എല്ലാം ഇല്ലേ, പിന്നെ എന്താ വ്യത്യാസം പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, ഇതെല്ലാം ഇല്ല. ഈ ചാപ്റ്റർ എത്രത്തോളം ശരിക്കും പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന് 1 ഷോട്ടൊക്കെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ശരിക്കും പഠിക്കാനുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങളായിരിക്കും എൻ്റെ പ്രഡിക്ഷൻ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇത് എൻ്റെ പ്രഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഞാൻ സംഭവം ആയതുകൊണ്ടൊന്നുമല്ല. സംഭവം എന്താണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ഓണപരീക്ഷ പേപ്പർ, പ്രീവിയസ് ഇയർ പബ്ലിക് എക്സാം പേപ്പർ, മോഡൽ എക്സാം പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളും കാണാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, അത്രയും വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്. ആ ലോജിക് കൂടെ മനസ്സിലാക്കിക്കോ. റെഡി. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ, മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് റൂളിൽ ബേസ്ഡ് ആയ ഒരു ചോദ്യം, ഒരു ആപ്ലിക്കേഷൻ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സംഗതി പഠിച്ചു വെച്ചോ. അറിയില്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ, എല്ലാം അറിയില്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ. അപ്പോൾ ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, അതായത് ബേസിക്കലി ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് മക്കളെ. അതും ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം എന്തായാലും വരും. 2 മാർക്കിനൊക്കെ ചോദ്യം വരുള്ളൂ. പിന്നെ ഹൗ ടു ഇൻക്രീസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി 3 വഴികളുണ്ട്. കറണ്ട് കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, സോഫ്റ്റ്വെയർ നെറ്റ് ഉള്ളിൽ കയറ്റി വെക്കുക. ഈ 3 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതെന്തായാലും പരീക്ഷ ചോദിക്കും. ബാർ മാഗ്നറ്റ് സോളിനോയിഡ് തമ്മിൽ ഡിഫറൻസ് ഓർക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. മാഗ്നറ്റിസം പെർമനന്റ് ആണ് ബാർ മാഗ്നറ്റിൽ, മറ്റേ ടെമ്പററി ആണ്. ബാർ മാഗ്നറ്റ് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റില്ല, മറ്റേ സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. മറ്റടുത്ത് ബാർ മാഗ്നറ്റ് പൊളാരിറ്റി മാറ്റാൻ പറ്റില്ല, ധ്രുവത മാറ്റാൻ പറ്റില്ല, മറ്റടുത്ത് പൊളാരിറ്റി മാറ്റാൻ. ഇത്രയുള്ളൂ, കഴിഞ്ഞു. 3 മാർക്ക് ചോദിക്കും. ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ലൗഡ് സ്പീക്കറിന്റെ വർക്ക്, എങ്ങനെ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ചോദിക്കും. എങ്ങനെ ബേസിക്കലി ഓർത്തെടുത്ത് നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി. നമ്മുടെ മൈക്രോഫോണിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽ വോയിസ് കോയിലേക്ക് വരും. വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വൈബ്രേറ്റും, ടു ആൻഡ് ഫ്രോ മോഷൻ അടിക്കും. ടു ആൻഡ് ഫ്രോ മോഷൻ അടിച്ചാൽ ഡയഫ്രം വൈബ്രേറ്റ് സൗണ്ട് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതും അറിയില്ലേ, പേടിക്കേണ്ട. വൈകുന്നേരത്തെ ലൈവ് ഡീറ്റെയിൽ അത് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ഓരോ ചാപ്റ്ററിന് ഷോർട്ട് നോട്ട്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഓക്കെ, ഇത് ചോദിക്കും പഠിച്ചു വെച്ചോ. മോട്ടറിൻ്റെയും സ്പീക്കറിൻ്റെയും പാർട്സ് ചോദിക്കും. അപ്പോൾ മോട്ടറിൻ്റെ പാർട്സ് ഏതൊക്കെ, ആർമേച്ചർ ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്, പാർട്സ് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറിന് എന്താണ് മക്കളെ, പുറത്തുള്ള ഡയഫ്രം ഉണ്ട്, ഉള്ളിൽ വോയിസ് കോയിൽ ഉണ്ട്, പിന്നെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഇത്രയും ചോദിക്കുള്ളൂ. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഇത്ര കാര്യങ്ങളായിരിക്കും നാളത്തെ പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ഒബ്വിയസ്ലി ഈ പറയുന്ന 6 കാര്യത്തിൽ ചിലപ്പോൾ 4 കാര്യം ചോദിക്കുള്ളൂ. പക്ഷേ 6 കാര്യം പഠിച്ചു വെച്ചോ. അപ്പോൾ ഉറപ്പല്ലേ, 100% മാർക്ക് ഉറപ്പല്ലേ. 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. EMIയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെഫിനിഷൻ പരീക്ഷയിൽ ചോദിക്കും. ഹൗ ടു ഇൻക്രീസ് ഇലക്ട്രോമാഗ്നറ്റിക് EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്, EMF വോൾട്ടേജ്. അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കൂട്ടാന്ന് 3 വഴികളുണ്ട്. നമ്മുടെ ഷോർട്ട് നോട്ട്സിന്റെ ക്ലാസ് കണ്ടാലും മതി, അതിൽ കിടപ്പുണ്ട് കേട്ടോ. അത് ചോദിക്കും. AC ജനറേറ്ററിന്റെ പാർട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടറിന്റെ പാർട്സ് തന്നെയാണ്. ആകെ വ്യത്യാസം സ്പ്ലിറ്റ് റിംഗ്സിന് വരെ സ്ലിപ്പ് റിംഗ്സ് ആയിരിക്കും AC ജനറേറ്ററിൽ. കൺവേർഷൻ ടു DC ജനറേറ്റർ, AC ജനറേറ്റർ എങ്ങനെയാ DC ജനറേറ്റർ ആക്കി മാറ്റുക? ഒന്നുമില്ല. AC ജനറേറ്റർ സ്ലിപ്പ് റിംഗ്സ് അല്ലേ, എടുത്ത് കളയാൻ സ്പ്ലിറ്റ് റിംഗ്സ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ DC ജനറേറ്റർ എക്സാമിന് ചോദിക്കും. ഗ്രാഫുകൾ ചോദിക്കും. AC ജനറേറ്റർ ഗ്രാഫിങ്ങിനെ, DC ജനറേറ്റർ ഗ്രാഫിങ്ങിനെ, DC ബാറ്ററി ഗ്രാഫിങ്ങിനെ പഠിച്ചു വെച്ചോ. അറിയില്ലെങ്കിൽ വീണ്ടും വീഡിയോ എടുത്ത് കാണാം, അല്ലെ വൈകുന്നേരത്തെ ലൈവിൽ വരിക. ഇതും എക്സാമിൽ ചോദിക്കും. ലാസ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ നാളത്തെ പരീക്ഷ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ മക്കളെ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ പ്രഡിക്ഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഗെയിമാണ്. പ്രീവിയസ് ഇയർ പേപ്പർ എടുത്ത് നോക്കുക, അത് വെച്ച് പ്രഡിക്റ്റ്. ഇതിൽ കൂടുതലായിട്ടുള്ള ഇതിന് സയൻസ് ഇല്ല, പക്ഷേ ഇതെപ്പോഴും വർക്ക് ചെയ്യും. ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. ഇനി നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്? നിങ്ങൾ ഒന്നും പഠിക്കാത്തവരാണ്, നിങ്ങൾ ഇതുവരെ കാര്യം ഒന്നും പഠിക്കാത്തവരാണ്. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. കാരണം ഇത് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് സമയം എടുക്കും. ഇത് എങ്ങനെ പഠിക്കുക? എൻ്റെ ഷോർട്ട് നോട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ വേണം 20 മിനിറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. വൈകുന്നേരത്തെ ലൈവിൽ വന്നിരിക്കുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൂടെ ഇത് ബേസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഒന്നും പഠിക്കാത്തവരാണ്, ഇത്ര മാത്രം പഠിച്ചാൽ മതി തൽക്കാലം. പക്ഷേ പബ്ലിക് എക്സാമിന് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കരുത്. പണി പാടുന്ന വേറെ ലെവലിലായിരിക്കും. കാരണം 7 ചാപ്റ്റർ അവിടെ വരിക. ഈ പരിപാടി അവിടെ നടക്കില്ല. ഓൾറെഡി പഠിച്ചവർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ
നിങ്ങൾ 100% സെറ്റ് ആണെന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. എന്നിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചുകൊണ്ടിരിക്കേണ്ട, ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തോ. വൈകുന്നേരത്തെ ലൈവിൽ വരിക, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക, കൂടുതൽ സ്ട്രോങ് ആക്കുക നിങ്ങളുടെ പഠനം. കാരണം ഈ പ്രഡിക്ഷൻ വെച്ച് മാത്രം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് നാളെ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എക്സ്ട്രാ പഠിക്കുക, വൈകുന്നേരത്തെ ലൈവിൽ വരെ, മോർണിംഗ് ബൂസ്റ്റർ വരെ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്യുക, കുറച്ചുകൂടി സെറ്റ് ആക്കുക, 100% സെറ്റ് ആക്കി പരീക്ഷ ഹോളിലേക്ക് പോവുക. പക്ഷെ അതിന് മുൻപ് ഉറപ്പ് വരുത്തേണ്ടത് ഇത്രയെങ്കിലും നിങ്ങൾ റെഡിയാണോ നിങ്ങൾ നോക്കണം. ഈ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. വൈകുന്നേരത്തെ ലൈവിൽ കാണാം മക്കളെ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റിലും ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ. വൈകുന്നേരത്തെ ലൈവിൽ നമുക്ക് കാണാം.